കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാലിഫോർണിയയിലാണുള്ളത്. കാലിഫോർണിയയിലെ വെഞ്ചൂറ എന്ന് പറയുന്ന ഒരു സ്ഥലം. അതായത് ഈ സ്ഥലം ഉള്ളത് നമ്മുടെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിന് അടുത്തൊക്കെയാണ്. ഈ ട്രിപ്പിൻ്റെ തുടക്കമൊന്നും നമ്മൾ വ്ളോഗ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ നമ്മുടെ ട്രക്കും ട്രെയിലറും വേണ്ട ഈ പുറകിൽ കാണുന്ന വെയർ ഹൗസ് ഉണ്ടല്ലോ, അങ്ങോട്ട് ബാക്കപ്പ് ഇട്ട് വെച്ചേക്കുക. ശരിക്കും നമ്മളിവിടെ ചെയ്യേണ്ട ഡെലിവറി നമ്മുടെ ബ്രോക്കറിനനുസരിച്ചുണ്ടല്ലോ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വന്നിട്ട് നേരെ ഇവിടെ ഡെലിവറി ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നമ്മളിവിടെ സമയത്തിനും കാലത്തിനും ഒക്കെ വന്നു. ഒരു 3:30 ആയപ്പോഴത്തേക്കും നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന സാധനം ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല. തന്നെയല്ല, ഇവർ ബ്രോക്കറിനോട് ഡെലിവറി ടൈം പറഞ്ഞിരുന്നത് നാളെ രാവിലെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ എന്തിനാണ് നേരത്തെ വന്നതെന്ന് ചോദിച്ചോണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോയിട്ട് നാളെ രാവിലെ 7 മണിയാകുമ്പോൾ വരണം. ഇവർ ഷിപ്പിന് തുറക്കുമ്പോൾ കേട്ടോ. അപ്പം നമ്മളെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളിവിടെ ഡോക്കുണ്ട്, അപ്പം ഇവിടെ ഇറക്കാനുള്ള ആൾക്കാരും സ്പേസും ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. നിങ്ങൾ ഇവിടുത്തെ ഒരു ഡോക്കിലേക്ക് വണ്ടി ബാക്കപ്പ് ചെയ്തിട്ടു, എന്നിട്ട് ബോക്ടെയിൽ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും കറങ്ങണമെങ്കിൽ കറങ്ങാൻ പോകും. കാരണം ട്രെയിലറുമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊന്നും പാർക്കിംഗ് ഒക്കെ കിട്ടാനും നമുക്ക് പാടാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ നമ്മുടെ ട്രെയിലർ തുറന്ന് അവിടെ ഡോക്കിൽ ബാക്കപ്പ് ഇട്ടിട്ട് നമ്മൾ ബോക്ടെയിൽ ചെയ്ത് ഇവിടെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അർജുൻ ഭായ് വേണ്ട ഗൂഗിളിൽ അട്രാക്ഷൻസ് നിയർ മീ എന്നുള്ള പരിപാടിയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അർജുൻ ഭായ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. വേണ്ട നമ്മൾ നമ്മുടെ ട്രെയിലർ ഡോക്കിൽ ബാക്കപ്പ് ഇട്ട് മറ്റേ ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രണ്ടിലെ സാധനം ഉണ്ടല്ലോ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ എക്സ്ട്രാ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെ വെയർ ഹൗസിൽ നിന്ന് പോകാൻ നേരത്തെ തേണ്ട ആ കാണുന്ന ഗേറ്റ് ലോക്ക് ചെയ്യും. അപ്പോൾ ഒരു ലോക്ക്ഡ് ഗേറ്റഡ് പ്രോപ്പർട്ടിയാണ്. അപ്പം അങ്ങനെ ഒരു സേഫ്റ്റിയും കൂടെ നമുക്കുണ്ട്. പിന്നെ നമ്മളിത് ഇവിടെ ഇടുന്നതിന് മുമ്പ് ഡിസ്പാച്ചിനെ വിളിച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഓക്കെ ആ ട്രെയിലർ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പാർക്ക് ചെയ്യാൻ പൊക്കോ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അർജുൻ ഭായ്, എന്നാ നമ്മുടെ പ്ലാന്? ഇവിടെ വെഞ്ചൂറ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണുന്നുണ്ട്, അവിടെ നിന്ന് പോയേക്കല്ലോ. ഓക്കെ, 5 മൈൽ. ഓക്കെ, 5 മൈൽ ഇവിടുന്ന്. ഓക്കെ, ട്രെയിലറില്ല. ഇപ്പം എന്തായാലും ഇവിടെ അടുത്തുള്ള വെഞ്ചൂറ ബീച്ച് തന്നെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. നമുക്കൊന്ന് പോയി അതിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം സ്ഥലങ്ങളെല്ലാം ഒരുക്കി എന്തുകൊണ്ടോ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് സീഡ് ചെയ്തിട്ടേ, കാരണം ഇവിടെയൊക്കെ ഇപ്പം 40 ഡിഗ്രി ചൂടിന് മുകളിലാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സീഡ് ആ പൊങ്ങി വരുന്ന ചെറിയ ഇതുണ്ടല്ലോ, അപ്പോൾ അതൊന്നും വെയിലടിച്ച് വാടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കവർ ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു കൃഷിക്ക് വേണ്ടിയിട്ട്. അതെ, എന്തോ കൃഷി സംബന്ധമായ സാധനങ്ങളെ അതോ ഒരു കൃഷിക്കാരൻ അവിടെ നിപ്പൊക്കെ ഉണ്ട് കേട്ടോ. പൊതുവെ വെഞ്ചൂറ എന്ന് പറയുമ്പോഴത്തേക്കും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നു അല്ലേ അർജുൻ ഭായ്? നല്ല ഫലഭൂയിഷ്ടമായിട്ട് എവിടെ നോക്കിയാലും. മെക്സിക്കോന്റെ ബോർഡറിന്റെ അടുത്തുള്ള വല്ല സ്ഥലമാണോ? അല്ല, ലോസ് ആഞ്ചലസിന്റെ ഏരിയ. മെക്സിക്കൻസ് ആണല്ലോ ഇവിടെ. കമോൺ, കാലിഫോർണിയ ഈസ് ഫോർ മെക്സിക്കൻസ്. കാലിഫോർണിയ വാസ് പാർട്ട് ഓഫ് മെക്സിക്കോ. അറിയില്ലായിരുന്നു. അത് ശരി, നിങ്ങൾ നമ്മുടെ വ്ളോഗ് കാണാറില്ലേ? നമ്മളെ മറ്റേ ഗോൾഡിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മറ്റേ 89ers എന്തെന്ന് ആ ട്രക്ക് സ്റ്റോപ്പിനെ വിളിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്താണല്ലോ. പച്ചക്കറി കട, അത് ഒരു അടിപൊളി ചെറിയ പച്ചക്കറി കട പരിപാടികൾ കേട്ടോ. മോനാന്റെ കട എന്നൊക്കെ പറയുന്ന മാതിരി. അതാ അവിടെ വേറെ എന്തോ ഒരു വലിയ പൂക്കളുടെ കട. ഇത് ചെറിയ ഫാമുകളുടെ തന്നെ നേരിട്ട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണിത്. കിടുക്കൻ ആംബിയൻസും പരിപാടികളൊക്കെ അല്ലേ അർജുൻ ഭായ്? അത് നനയ്ക്കുന്നതുണ്ടോ കൃഷിസ്ഥലം? എന്തെല്ലാമൊക്കെയോ ഇഷ്ടംപോലെ കൃഷികൾ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇത്. എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ഒറ്റ നോട്ടത്തിൽ
കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണെന്നുള്ളത് നമുക്കറിയാം കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് കൃഷിയും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട്. നമ്മളിപ്പം വണ്ടി ഇട്ടിട്ട് ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം 4 മണി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഈവനിങ് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സമയമാണിത്. അതുകൊണ്ട് വേറെ എന്തോ ചെറിയ കൃഷി, എന്തോ ഇലവർഗ്ഗങ്ങളാണെന്ന് തോന്നുന്നു. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം ഈ ലോസ് ആഞ്ചലസിൻ്റെ ഔട്ടർ ഏരിയ ആണ്. നോക്കിക്കേ, ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റി, ഇത്രയും സിറ്റിയുടെ തൊട്ട് പുറത്ത് തന്നെ ഇത്ര അടിപൊളിയായിട്ട് ഫലഭൂയിഷ്ടമായിട്ടുള്ള കൃഷിയും പരിപാടികളുമായിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം എത്ര അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതെന്ന്. കാണുന്നതേ വെഞ്ചൂറ ഹാർബർ വില്ലേജ് എന്നാണ് കാണുന്നത്. ഓൾറെഡി അത് എത്തിക്കാണാം. എനിക്ക് തോന്നുന്നു അത് മറീനിയം പരിപാടികളൊക്കെയാണ്. ചാനൽ ഐലൻഡ്സ് നാഷണൽ പാർക്ക്, ഷോപ്പിംഗ് വില്ലേജ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, മറീനാസ്, അതെല്ലാം കയറിയിട്ട് റൈറ്റിലേക്കാണ് പോകേണ്ടത്. കയറിക്കും. ആ എന്ത് നോ ട്രക്ക്? നമ്മളിപ്പോൾ ബോപ്റ്റയിലല്ലേ ഉള്ളൂ, കയറി പാർക്ക് ചെയ്യാമല്ലോ. ഷാജി ഏട്ടാ, ഇവിടെ അങ്ങനെ നമ്മൾ വെഞ്ചുറ ഹാർബർ വില്ലേജ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മുടെ വണ്ടിയെല്ലാം ഈ ഒരു വ്യൂവിലാണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ മറീനയുടെ ഒരു കിടുക്കം വ്യൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അർജുൻ ഭായ് ഫോണിലാണ്. ഇതാണ് നമ്മൾ ട്രക്ക് ഇട്ടേക്കണ മുമ്പിലുള്ള വ്യൂ. നോക്ക് എന്ത് കിടുക്കം വ്യൂ ആണ്. നമുക്ക് വേണേൽ ബെഞ്ചിലിരിക്കാം. മുന്നിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ മോനെ കിടുക്കം സാധനം കേട്ടോ. ഇതേതാ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലോ, വെഞ്ചൂറ ഐൽ മറീന. ആ ഒരു സെറ്റപ്പാണിത്. നല്ല സൂപ്പർ വ്യൂ. എങ്ങനെയുണ്ട് അർജുൻ ഭായ്? അതായത് ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ അർജുൻ ഭായിയുടെ ഡിസിഷൻ ആയിരുന്നു. എന്തായാലും ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. ഈ ഒരു മറീന ഉണ്ടല്ലോ, ഇവർ അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നോക്കിക്ക് ഇതിൻ്റെ സൈഡിലുള്ള ആ സൈഡ് വാക്കും കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ട് ഈ സൈഡിലുള്ള ഈ ഒരു ഏരിയ ഉണ്ടോ, ഇത് മുഴുവൻ ഈ ഒരു ടൈപ്പ് പൂക്കളും ഈ ഒരു ടൈപ്പ് ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കുക കേട്ടോ. അപ്പോൾ അത് മൊത്തം ഇതിൻ്റെ കര മൊത്തം ഈ ഒരു സെറ്റപ്പിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. നമുക്കെന്തായാലും ഇതെല്ലാം ഈ ഒരു ഏരിയ, ഈ ഒരു ഹാർബർ വില്ലേജ് ഒന്ന് ചുറ്റി നടന്ന് കാണാം അല്ലേ അർജുൻ ഭായ്? നമ്മുടെ ഫ്ലോറിഡയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പോലെ ഇങ്ങനത്തെ പനയുണ്ടല്ലോ, അത് ലോസ് ആഞ്ചലസിൻ്റെ ആണെങ്കിലും പ്രത്യേകതയാണ് ഈ പന. അവിടെ ചെന്നാലും ഇഷ്ടംപോലെ ഉണ്ടാകും. അതിൻ്റെ എല്ലാം ചുവട്ടിലും ഈ പറഞ്ഞ പൂക്കളാണ്, നല്ല കളർഫുള്ള് പൂക്കൾ. നോക്കിക്കേ, നിങ്ങളുടെ മരം കണ്ടോ, കിടുക്കൻ ഒരു നമ്മുടെ ബോൺസായി മരത്തിൻ്റെ ഒക്കെ ടൈപ്പ് രസമുള്ള ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു സാധനം. പക്ഷെ അത് നല്ല വലുതായിട്ടിരിക്കുന്ന പോലെ പ്രത്യേകതകളൊക്കെ നിറഞ്ഞൊരു മരം കേട്ടോ. മരത്തിനെ കുറിച്ച് എന്ത് തോന്നുന്നു അർജുൻ ഭായ്? എനിക്ക് തോന്നുന്നു ഒരു വലിയ ബോൺസായി നിൽക്കുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിത്. ഇതിൻ്റെ ഈ ഇലയുടെ ഒക്കെ ആണെങ്കിലും നല്ല പ്രത്യേകത ഉണ്ടോ. ഇതൊരു മരത്തിൻ്റെ ഇലയാണെന്ന് നമുക്ക് പറയുമോ അല്ലേ? ഒരു മരത്തിന് ഇങ്ങനത്തെ ഇലകളൊന്നും നമ്മൾ കണ്ടിട്ട് ഭയങ്കര ബ്യൂട്ടി, നല്ല തിക്കായിട്ടുള്ളൊരു സെറ്റ്. ഓ കേട്ടോ സെറ്റപ്പ് സീലല്ലേ? നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാം. ഈ ബോട്ടിന്റെ അറ്റത്ത് നോക്കിക്കോണേ, നമ്മുടെ നീർനായ സീല് കയറി കിടന്ന് ഉറങ്ങുന്ന. ആണോ? ആ പകലത്തെ പണിയെല്ലാം കഴിഞ്ഞു, അല്ല ചാളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അനം കിടന്ന് ഉറങ്ങുമോ? ആടാ അനങ്ങുന്നുണ്ട്. അത് അടച്ചേക്കുവാണ്, എൻട്രൻസ് ഉണ്ടല്ലോ, അത് തുറന്നിട്ടേക്കുവാ. എടാ അത് പിടിച്ച് കടിക്കുവാണ്ട് ചെയ്യും കേട്ടോ. അർജുൻ ഭായിക്ക് അതിനെ ഒന്ന് തൊടണമെന്നും പറ്റിയെന്നുള്ള ഒരു ആഗ്രഹപ്രകാരം ലോക്ക്ഡൗൺ ഞാൻ അപ്പുറത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ അല്ലാന്ന് പറഞ്ഞു. നീർനായ കടിക്കാതെ രക്ഷപ്പെട്ട അർജുൻ ഭായി.
വല്ല കടയുണ്ടാവും, പോയി നോക്കാം. നോക്കാം. പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ആ പെട്ടെന്ന് മനസ്സിലാവും, ഒരു പന്നി കിടന്നുറങ്ങുന്ന പോലെ. കാരണം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മറ്റൊരു സെക്ഷനിൽ പെട്ട പൂക്കളും കായകളും എല്ലാം വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ വാഴയുടെ വർഗത്തിൽപ്പെട്ട ചില ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾ കണ്ടോ, വലിയ വലിയ അടിപൊളി ബോട്ടുകൾ തൊട്ട് ഈ ചെറിയ ഈ ഒരു ടൈപ്പ് ബോട്ടുകൾ വരെ ഒത്തിരി ഇഷ്ടംപോലെ ഉണ്ടല്ലേ അർജുൻ ഭായി. എനിക്ക് തോന്നുന്നു ഇവർ ഈ പ്രൈവറ്റ് പാർക്കിംഗ് പോലെ മറിയുന്നില്ല, ഇവർ ആൾക്കാർ പാർക്കിംഗ് സ്പോട്ട് മേടിച്ചേക്ക് വന്നു. എടാ ഈ മരമുണ്ടല്ലോ, ഇതൊരു 1.5 മരമാട്ടോ. എന്നെ ഭംഗിയാ നോക്കിക്കോ അർജുൻ ഭായി. അങ്ങ് തിങ്ങി നിറഞ്ഞു നിൽക്കും, ഒടുക്കത്തെ സൗന്ദര്യം. നോക്കുക നിങ്ങൾ, ഇല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല കൊല കുത്തി കിടക്കുകയാണോ. ഇതിൻ്റെ ഈ വുഡൻ ട്രങ്ക്സ് ഒക്കെ ആണെങ്കിലും നല്ല കിടുക്കനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അർജുൻഭായി ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനി അടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. പിക്നിക് സ്പോട്ടും പരിപാടികളും എല്ലാം അല്ല, കടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കിടക്കായിരുന്നു അല്ലേ അർജുൻഭായി. ഈ മരം ഉണ്ടല്ലോ, ഇതെന്നെ വല്ലാതെ ഹടാതെ ആകർഷിച്ചു. സൂപ്പർ തണൽ മരം എന്ന് പറഞ്ഞത് ഇതാണ് മരം. നോക്കിക്കേ, ആ കറക്റ്റ് ഒരു ബെഞ്ച് പോലെ ട്രാൻസ്ഫോം ആയിട്ട് അവിടെ ഒരു കുട പോലെ വിടർന്ന് നിൽക്കുന്നു. നോക്ക്, അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആ മരങ്ങളിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്താ സൗന്ദര്യം എന്ന് ആലോചിച്ചു. അർജുൻ ഭായി, ഈ മരമൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മ തന്നെ വരുമോ? ഞാൻ നിങ്ങളോട് പണ്ട് ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഫോറിൻകാരുണ്ടല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു അടിപൊളി ആൻറ്റി ഉണ്ട്, ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, നമ്മുടെ അന്നക്കുട്ടി ആൻറ്റി എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റി. അപ്പം ആൻറ്റിയുടെ മക്കളെല്ലാം ചെറുപ്പം പോലെ അവർ മറ്റേ വിദേശത്തും കാര്യങ്ങളും എല്ലാം ആണ്. അപ്പോൾ ആൻറ്റി ഞങ്ങളുടെ പള്ളിയുടെ കമ്മിറ്റികളിലും കാര്യങ്ങളിലും എല്ലാം ഉണ്ട്. നല്ല വിഷണറി ആയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കാമല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ആൻറ്റി ആയിരുന്നു. ഈ ആൻറ്റി ഇതുപോലെ മക്കളെ വിദേശത്ത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി ഇതുപോലെ പല പല കാര്യങ്ങളുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ കാണുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണെങ്കിലും ഇതുപോലെയാണല്ലോ, ഓരോ കാര്യങ്ങൾ കണ്ടാൽ അത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ലേ. അതുപോലെ ആൻറ്റി വിദേശത്ത് എന്ന് വെച്ചപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സെമിത്തേരികളും എല്ലാം അതുപോലത്തെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, അതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല പാർക്ക് പോലെ പൂക്കളൊക്കെ പിടിപ്പിച്ച് മരങ്ങളൊക്കെ വെച്ച് നല്ല ആ ഒരു കാണുമ്പോൾ തന്നെ കാംനെസ്സും പീസും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അല്ല, നാച്ചുറലി മരിച്ചവർ കിടക്കുന്ന റെസ്റ്റ് എടുക്കില്ല, റെസ്റ്റ് ഇൻ പീസ് നമ്മൾ പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ. ഇവിടെ ഉള്ളത് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ നാട്ടിലെ ഷോക്കോട്ടോ പോലെയാണോ ഇവിടുത്തെ സെറ്റപ്പുകൾ. അപ്പോൾ ആൻറ്റി എന്നാന്ന് വെച്ചാൽ ഇതേ ഒരു ഐഡിയ തിരിച്ച് വന്നിട്ട് നമ്മുടെ നാട്ടിലും ഇതുപോലെ നമ്മുടെ പള്ളിയിലും അവതരിപ്പിച്ച് നമ്മുടെ ഇതുപോലെ. അപ്പം നമ്മുടെ നാട്ടിൽ ഷോക്കോട്ടാന്ന് വിളിക്കുന്നത് ശരിയല്ലേ, അങ്ങനെയല്ലേ. അപ്പം അതുപോലെ അങ്ങനെ വെറുക്കപ്പെടേണ്ട, ആൾക്കാർ പേടിക്കേണ്ട, അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല ഇത്. നമ്മൾ നന്നായിട്ട് മരങ്ങളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ച് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ആൻറ്റി കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. അപ്പം അങ്ങനെ എല്ലാവർക്കും ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറേ പേര് പറഞ്ഞു നല്ല ഐഡിയ, ശരിയാ, ചെറിയ നല്ല നല്ല മരങ്ങളൊക്കെ വെച്ച് തണലൊക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഏരിയ ആണ്, നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ല, ഇതിപ്പം എന്തായാലും അത് പാസ്സാക്കി ആൻറ്റി പറയാനുള്ളതെല്ലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം നീങ്ങിയല്ലോ. പിന്നെ സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റിക്കാർ നോക്കിയപ്പോഴത്തേക്കും എടാ എന്തായാലും ഈ പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ മരം വെച്ചേ പറ്റുള്ളൂ, എന്തായാലും മരം വെക്കുമ്പോൾ പള്ളിക്ക് എന്തായാലും പ്രയോജനമുള്ള മരം വെച്ചേക്കാം. അവരെന്ത് ചെയ്തു, മരം നട്ടാ പോരെ, കുറെ തേക്ക് മേടിച്ചത്, ചാക്കോട്ട വരെ തേക്ക് കുഴിച്ച് വെച്ചു. അപ്പം ശരിക്കും സംഭവം എന്നാന്ന് വെച്ചാൽ ആൻറ്റിയുടെ ഉദ്ദേശം എന്തേ, ഈ കാണുന്ന മരങ്ങൾ പോലെ തണൽ മരങ്ങളും ബ്യൂട്ടിഫിക്കേഷനും കണ്ടാൽ ആ ഒരു കാംനെസ് തോന്നണം. ഏത് മൊത്തം തണലൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പാണ് ആൻറ്റിയുടെ മനസ്സിൽ. പക്ഷെ ഇവർ നോക്കിയപ്പോഴത്തേക്ക് എന്തായാലും മരം നടുക. അപ്പോൾ ആ ചക്കോട്ട എന്നത് അത് വന്ന് ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് വെട്ടി വിറ്റാൽ പള്ളിക്കാണെങ്കിൽ പൈസയും കിട്ടുമല്ലോ എന്നുള്ള വിചാരത്തിൽ തേക്ക് നട്ട് തേക്കങ്ങ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ചവക്കോട്ട നിറയെ തണലിന് നിറയെ തേക്കല കരിഞ്ഞ് ഉണങ്ങി വീണിട്ട് എൻ്റെ പൊന്നളിയ അവിടെ പിന്നെ നമുക്ക് കയറാനേ പറ്റാത്ത ഈ അതും ഒരു സമയം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തേക്കിൻ്റെ ഇലയിൽ നിന്ന് പുഴു ഉണ്ടാവും. ഇതിങ്ങനെ പുഴുവൊക്കെ ഇങ്ങനെ
തേക്കേന്ന് തൂങ്ങിക്കിടന്ന ആർക്ക് ശവക്കോട്ടെ കയറാൻ പറ്റാത്ത അവസ്ഥ. ശരിയാണല്ലോ, ഇത് നമ്മുടെ ജിപ്സി ആണോ? ഇത് നമ്മുടെ ജിപ്സി അല്ല കേട്ടോ, റോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം. സുസുക്കിയുടെ വണ്ടി തന്നെയാണോ എന്നുള്ളത് പുറകെ പോയി നോക്കാം. ഏതാ ബ്രാൻഡ് എന്നുള്ളത് കാണാൻ പറ്റുന്നില്ല, പക്ഷെ അവിടെ റോക്കി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കഥയൊന്നും കേൾക്കാൻ താല്പര്യമില്ലാതെ അർജുൻ ഭായി അക്ഷമമായി എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. എങ്ങോട്ടോ പോകാൻ വേണ്ടി അക്ഷമനായി നിൽക്കുന്ന ഒരു അർജുൻ ഭായിനെയാണല്ലോ കാണുന്നത്. വേണ്ട അളിയാ, വാൻ കണ്ടോ, കിടുക്കൻ ക്യാമറ സെറ്റപ്പ് ആണെന്നോണല്ലേ. ഇതെന്നാടാ കപ്പലോ? ഓ, ഇത് മറ്റേ ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. ഓ, ഈ ക്രെയിനെ പൊന്തിച്ചിട്ട് ഇവിടെ നിർത്തുമല്ലേ? ഫിഷിംഗ് ബോട്ട് കിട്ടുന്ന സാധനം കുറെ പണി നടത്താൻ വേണ്ടിട്ടല്ലേ, മെയിൻ്റനൻസും പരിപാടികളൊക്കെ ആയിട്ട്. നാട്ടിലെ ബോട്ടുകളെ നാട്ടില് മേരി മാത, ഏഞ്ചൽ മരിയ എന്നൊക്കെ പറയുന്നത് സ്വാട്ട് ഫിഷ്. ഓ ശരിയാട്ടോ, വേണ്ട ആ ബോട്ടിന്റെ പേര് കണ്ടോ, സ്വേർഡ് ഫിഷ്. സ്വേർഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഒരു വാളുള്ള പോലെ ഇതുള്ളൊരു മീനില്ലേ? ആ, ഓരോ മീനിന്റെ പേരുകളൊക്കെ അല്ലേ. ബോട്ടിന് പെയിന്റ് അടിക്കണ പുള്ളിയെ ഇട്ടേക്കണ ക്ലോത്തും പരിപാടികളൊക്കെ ഉണ്ട്, ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിട്ട്. ബഹിരാകാശത്തേക്ക് പോകുന്ന ആ, നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരെ മുണ്ടും മുടക്കി കുത്തിന്ന് നേരെ സെറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ടർപ്പൻ കൊണ്ട് കൈയും കഴിയും വീട്ടിൽ പോകും. റീജൻസി 2 ശരിയാണല്ലോടാ, അത് നമ്മുടെ നാട്ടിൽ പേര് കേട്ടുള്ള പേരല്ലേ, റീജൻസി. ഈ സാധനമില്ലേ, ഇതിലാണോ ഈ ആൾക്കാര് മറ്റേ ലോകം ചുറ്റി കാണാൻ ഒരാളൊക്കെ തന്നെ കപ്പല് വലിച്ചിട്ട് പോകുന്നത്? അത് തന്നെ പായ്ക്കപ്പല്. ഈ അവർക്ക് കിടക്കാനൊക്കെ ഉള്ള. ആ അതെ, അപ്പൊ ഇതിന്റെ അകത്തേക്കൂടെ നടക്കുന്ന ആൾക്കാരില്ലേ, ആ പറഞ്ഞ ഇതിൽ താമസിക്കുന്നവരാ അവര്. അപ്പൊ ഇതിപ്പോ മൂവിങ് അല്ലാത്തതുകൊണ്ട് ആ പായ മാറ്റി വെച്ചേക്കുക, അല്ല ആ പായ ചിലപ്പോൾ വല്ല സ്റ്റിച്ചിങ്ങോ മെയിൻ്റനൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറ്റി വെച്ചേക്കുന്ന സാധനങ്ങളും ഉണ്ടല്ലോ അർജുൻ ഭായി. ഈ കാണുന്നതും അതേ സെറ്റപ്പിൽ തന്നെയുള്ള ബോട്ടുകളാണ്. നമ്മൾ ശരിക്കും ഇപ്പൊ നിൽക്കുന്നത് ഏതോ വിശ്വപ്രസിദ്ധമായ മറീനയിലാ കേട്ടോ. നമ്മൾ അതാണ് നമ്മൾ കാണുമ്പോൾ ഏതോ ബോട്ട് വലിയ വലിയ ലോകയാത്രികരൊക്കെ ആയിരിക്കും കിടക്കുന്നത്. നമുക്കിതുമായിട്ട് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റുന്നില്ല. അതെ, ഈ കാണുന്ന ക്രെയിനും പരിപാടികളും എല്ലാം കണ്ടോ, അതെല്ലാം നല്ല വീൽസൊക്കെ ഉള്ള പരിപാടികളാണ്. അങ്ങോട്ട് വേണമെങ്കിലും വലിച്ചുകൊണ്ടൊക്കെ പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ യോട്ടുകളും ബോട്ടുകളും ഒക്കെ പൊക്കിയെടുത്ത് പണിക്ക് കയറ്റാനും പണി കഴിഞ്ഞിട്ട് ഇറക്കാനും ഒക്കെ അതാണ് ഉപയോഗിക്കുന്നത്. എല്ലാം മീൻ വറുത്തന്നെ വേണം അല്ലേ, സ്രാവ് തരണ്ടി സത്യമായിട്ടോ. ആരോ അവിടെ നിന്ന് കണ്ട കൊച്ചൻ കേൾക്കുന്നുണ്ട്, പാനില് ബട്ടറിലിട്ട് വറുക്കുമായിരിക്കും. ബോട്ടിൻ്റെ അകത്ത് കുക്ക് ചെയ്യണ. ഞങ്ങൾക്ക് ഇച്ചിരി തരുമെന്ന്. ക്രെയിനിന്റെ സെറ്റപ്പ് ഉണ്ടോ അറിയുമ്പോ, വലിയ മറ്റേ JCB ഒക്കെ ടയർ പോലത്തെ ടയറാ കേട്ടോ. അകലെ നോക്കുമ്പോ ചെറുതാന്ന് തോന്നുന്നേ. ആണോ? അതും ഇതുപോലെ വീലെ തന്നെ. ഓ എന്റെ പൊന്നടാവേ, എന്നാ ടയറും ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയേ. വാച്ച് ഫോർ മൂവിങ് വെഹിക്കിൾസ്. നേരെ ബോട്ടിന്റെ നടുക്കേക്ക് പൊക്കി എടുക്കുമായിരിക്കും അല്ലേ? അല്ല, അപ്പൊ ഈ ബോട്ട് ഇവിടം വരെ എങ്ങനെ കൊണ്ടുവരും അർജുൻ പോയി? ആ ഗ്യാപ്പ് വരെ ഓടിച്ചു വരും. ഇത് മുമ്പോട്ടേക്ക് പോകും. അതുവരെ അല്ല, അത് പൊക്കി ഇവിടം വരെ കൊണ്ടുവന്നു. പക്ഷെ ഇത് ഈ സൈഡിലേക്കൊക്കെ കൊണ്ടുപോകണ്ടേ? ഇത് ഓടിപ്പോവല്ലോ. ഓ, ഇത് അങ്ങോട്ട് ലോക്കല്ലല്ലോ, ഇത് ഓടി അങ്ങോട്ട് പോവല്ലേ. അങ്ങോട്ടൊക്കെ കേറി ഇറങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ. അച്ഛൻ നാട്ടിലെ ബേബി മെറൈൻ എക്സ്പോർട്സിലാണ് വർക്ക് ചെയ്തത്. മറ്റേ ചെമ്പീനൊക്കെ ഷിപ്പ് ചെയ്യുന്ന ഞാൻ കുഞ്ഞായിരിക്കുമ്പോ അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു മണ ഫുൾ ഐസും മീനും കാര്യങ്ങളും ഒക്കെ ആയിട്ടല്ലേ, അതിന്റെ ഒരു ഓർമ്മ ആയിരുന്നു കേട്ടോ. ഈ വെഞ്ചൂറ ഹാർബർ മറൈൻ ഫ്യൂവൽ അല്ലേ? ഇത് മറ്റേ ഇവിടുന്ന് ബോട്ടിനും ഇതിനൊക്കെ ഫ്യൂവൽ അടിക്കുന്ന എല്ലാവർക്കും പോയി. അപ്പോൾ എന്തായാലും വലിയ വലിയ ബോട്ടുകൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ തൻ്റെ
ചെറിയ ചെറിയ കളിവള്ളങ്ങളും പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വമ്പൻ വിശാലമായിട്ടുള്ള ഒരു മറീന. അങ്ങനെ വലുതേതാ ചെറുതേതാന്നുള്ളൊരു വശവാദമൊന്നുമില്ല. നമ്മുടെ അർജുൻ ഭായ് ഫോൺ വിളിച്ച് വിശേഷങ്ങളൊക്കെ വീട്ടിലേക്ക് പറയുന്ന തിരക്കിലാണ്. കിടുക്കൻ ഫോട്ടോ സ്പോട്ടും പരിപാടികളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഫിഷർമാൻസ് മെമ്മോറിയൽ. അർജുൻ ഭായ് നമുക്ക് വേണ്ടി പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അർജുൻ ഭായ് ഒരു പോസ് തന്നെ. ഓ അല്ല, ഫോട്ടോ സ്പോട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. രസമാണ്.